അപ്പോൾ നമ്മൾ റീൽസൊക്കെ കണ്ടിട്ട് ഇതേ സൂര്യകാന്തി കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് തെങ്കാശിയിലാണ് കേട്ടോ. തെങ്കാശിയിൽ നമ്മൾ ആദ്യം വന്ന ലൊക്കേഷനാണ്. അതായത് സ്ഥലം വരുന്നത് സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. ചെങ്കോട്ടയിൽ നിന്ന് അകത്തോട്ട് വരണം. തെങ്കാശി വരെ എത്തേണ്ട ചെങ്കോട്ടയിൽ നിന്ന് അകത്തോട്ടുള്ള വഴിയാണ് സുന്ദരപാണ്ഡിപുരം. ചെങ്കോട്ടയിൽ നിന്നൊരു 15 കിലോമീറ്റർ ഉള്ളിലോട്ട് വരുന്ന വഴിയാണ് കേട്ടോ. എല്ലാവരും ശരിക്കും ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി ലൊക്കേഷനിൽ വന്നതാണ്. സൺഫ്ലവർ ഗാർഡൻ എന്ന് കാണിക്കും. അങ്ങനെ സൺഫ്ലവർ ഗാർഡൻ നോക്കി തപ്പി വന്ന ആദ്യത്തെ ലൊക്കേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു കേട്ടോ. പുള്ളി പറഞ്ഞ ലൊക്കേഷൻ ഓൾറെഡി നമ്മൾ ഗൂഗിൾ മാപ്പ് ഫുള്ള് വഴിയൊക്കെ തെറ്റി. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വന്ന് 25 രൂപയാണ് ഒരാൾക്ക് എൻട്രി ചാർജ് മേടിച്ച്. ഇതിനെ കാണാൻ വേണ്ടി പൈസ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു കൊച്ചു പയ്യനാണ് അവിടെ നിന്നത്. അവൻ പറഞ്ഞ് 25 രൂപ തന്നാൽ മതി, ഈ പൈസ അല്ല എന്നൊക്കെ പറഞ്ഞ്. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ലാസ്റ്റ് 25 രൂപ കൊടുത്ത് 4 പേർക്ക് 25 രൂപ വെച്ച് 100 രൂപ കൊടുത്തു കേട്ടോ അവന്. അപ്പോൾ എന്തായാലും ആ കൊടുത്ത പൈസ പോയി. നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ സൂര്യകാന്തിയുടെ സീസണൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ചില സ്ഥലത്തുണ്ട്. സാധാരണ വയലിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഇതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും പച്ചമുളക്, വെണ്ടയ്ക്ക അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലത്താണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ട് ഇനി തിരിച്ച് പോകണം കേട്ടോ. അടുത്ത ലൊക്കേഷൻ നോക്കണം. അപ്പം റോഡിലോട്ട് ഇറങ്ങി ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒത്തിരി വയലിൽ ഇതുപോലെ കൃഷി സൂര്യകാന്തി ചെയ്യുന്നുണ്ട്. ഒത്തിരി വയലിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പയ്യൻ പറഞ്ഞത് ഇത് മാസത്തിൽ 2 പ്രാവശ്യം പൂക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഇവിടുത്തത് പൂത്തിട്ടത് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ നമുക്ക് സൂര്യകാന്തി കാണാൻ പറ്റുന്നത്. നമ്മളിനി എന്തെങ്കിലും വേറൊരു ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അപ്പം അടുത്തൊരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു 3 പാടം നിറയെ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാൾക്ക് 30 രൂപ വെച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളിവിടെ 3 പേരുടെ പൈസ കൊടുത്തുള്ളൂ. ഏറ്റവും ചെറിയ കുട്ടിക്ക് പൈസ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ 90 രൂപ കൊടുത്തു. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാനും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല കിടിലാണ് കാണാൻ കേട്ടോ. എന്നാലും എൻ്റെ അകത്ത് ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ കൂടുതലും വരുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. പക്ഷേ അധികം ചൂടില്ല കേട്ടോ. നല്ല കാറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നല്ല ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാനും ഇതിന് തൊട്ടപ്പുറത്തുള്ള പാടമൊക്കെയാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ. ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ. തൊട്ടപ്പുറത്തൊക്കെ നല്ല പച്ചപ്പാണ്. ഒത്തിരി കൃഷികളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒത്തിരി കൃഷികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ, പച്ചക്കറികൾ ഒത്തിരി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ഈ സ്ഥലം തപ്പി പിടിക്കാൻ ആദ്യം പോയ സ്ഥലത്തു നിന്ന് ഒരു 5 മിനിറ്റ് എടുത്തു ഇവിടെ വരാനായിട്ട്. അപ്പോൾ ഇവിടെയും ഒരു സൺഫ്ലവറിൻ്റെ ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട് വഴിയിൽ. അപ്പോൾ അത് നോക്കിയാണ് നമ്മൾ വന്നത്. നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ ഉണ്ട് ഇവിടെ. പക്ഷേ കിഡിലാണ് കേട്ടോ. ഇവിടെ ഫുള്ള് എന്നുവെച്ചാൽ ഒരു 3-4 പാടം നിറയെ പൂത്ത് നിൽക്കുകയാണ് സൂര്യകാന്തി. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല കിഡിലും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ കാണിച്ചിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. കൂടുതലും കേരളത്തിൽ നിന്ന് ആൾക്കാർ വരുന്നത് കേട്ടോ. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. മിക്കവാറും എല്ലാവരും റീൽസൊക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പച്ചമുളകിൻ്റെ കൃഷിയാണ് കേട്ടോ. ഈ ഒരു പാടത്തിൻ്റെ അപ്പുറത്തായിട്ട് ഫുള്ള് പച്ചമുളകിൻ്റെ കൃഷിയാണ്. പിന്നെ അതുപോലെ ഇവിടെ സമയം വരുന്ന രാവിലെ 8 മണിക്ക് നമുക്ക് കയറാൻ പറ്റും. 8 മണി തൊട്ട് 6 മണി വരെയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ജയിക്കുന്നതൊക്കെ ഓടി കളിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സ്ഥലം എന്ന് വെച്ചാൽ തന്നെ ഇന്ത്യൻ പമ്പുണ്ട്. സുന്ദരപാണ്ഡിപുരത്തിൻ്റെ ഇന്ത്യൻ പമ്പുണ്ട്. പമ്പിൻ്റെ ഇവിടെ നേരെ ഫ്രണ്ടിലോട്ട് പോകുമ്പം മുമ്പിൽ വരുമ്പം റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ബോർഡ് കാണാം കേട്ടോ, സുന്ദരപാണ്ഡിപുരം എന്ന് പറഞ്ഞ്. അവിടുന്ന് നേരെ മുമ്പിലോട്ട് പോയിട്ട് റൈറ്റിലോട്ട് തിരിയുന്ന വഴിയാണ്. അവിടെ ഒരു 100 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ പോയ സ്ഥലം കേട്ടോ. അവർ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് കൈകാട്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. സുന്ദരപാണ്ഡിപുരത്ത് കൈകാട്ടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പം ഈ വീഡിയോ ഞാൻ എടുത്തത് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ പോകുന്നെങ്കിൽ നമ്മളവിടെ പോയാൽ സൂര്യകാന്തി കാണണമെന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യണേ.